ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള ചരിത്രം PYQ സീരീസിൻ്റെ ആറാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. 2021 മുതൽ 2024 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു സീരീസോടുകൂടി കംപ്ലീറ്റ് ആകും. ഈ ഒരു പാർട്ടോടുകൂടിയാണ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഈ ബാക്കി പാർട്ടുകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കാണുക. PYQs വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമിന്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമി, ഓപ്ഷൻ സി തൈക്കാടയ്യ, ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മയാണ്. ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളാണ്. തുവയൽ പന്തി കൂട്ടായ്മ നമ്മൾ വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം, സമപന്തി ഭോജനം എല്ലാം കഴിഞ്ഞ കുറേ ചോദ്യങ്ങളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം തുവയൽ പന്തി കൂട്ടായ്മയും കൂടി സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട നമ്മൾ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? കർഷക സമരമാണ്. ഓപ്ഷൻ എ AK ഗോപാലൻ, ഓപ്ഷൻ ബി P കൃഷ്ണപിള്ള, ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ഡി അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചതിന് നേതൃത്വം നൽകിയത് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. കർഷക സമരം ആരുമായി കണക്ട് ചെയ്യുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. അടുത്ത ചോദ്യം, ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ബി ആര്യ പള്ളം, ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ ഡി അന്ന ചാണ്ടി. ദേശസേവിക സംഘമാണ്. ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. അപ്പോൾ ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ? ഓപ്ഷൻ എ ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി C കൃഷ്ണൻ. അപ്പോൾ അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. നമ്മൾ കഴിഞ്ഞ സീരീസിൽ ആഗമാനന്ദ സ്വാമിയുടെ ഒരു കേരളത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു മിഷൻ ഉണ്ട്, ശ്രീരാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ മാസികകളാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ബി പ്രിയദർശൻ, ഓപ്ഷൻ സി ചെറിയാൻ കൽപ്പകവാടി, ഓപ്ഷൻ ഡി തമ്പി കണ്ണന്താനം. ആരാണ് കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ MT വാസുദേവൻ നായരാണ്. നമ്മുടെ പഴശ്ശി കലാപത്തിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് ഈ ഒരു സീരീസിലെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട്. പഴശ്ശി കലാപത്തെ പറ്റിയുള്ളൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. പഴശ്ശി യുദ്ധങ്ങൾ, എത്ര യുദ്ധങ്ങളുണ്ട്, ആരാണ് നേതൃത്വം നൽകിയത്, പഴശ്ശിയുടെ സ്മാരകങ്ങൾ, അതുപോലെ തന്നെ ഗുഹ, പഴശ്ശി കോളേജ് അതാണ് തുടങ്ങി പഴശ്ശി കലാപം എത്ര കലാപങ്ങളുണ്ട്, 1793 മുതൽ 1805 വരെയാണ് പഴശ്ശിയുടേത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചാനലിലുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആര്? സാരഞ്ജിനി പരിണയം. ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ, ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ സി G ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ഡി തോപ്പിൽ ബാസി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവാണ് ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ സി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ ഡി യാചന യാത്ര.
അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുള്ള സംഭവമാണ്. ഉത്തരം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൻ്റെ വർഷം 1891 ജാനുവരി 1. ഈഴവ മെമ്മോറിയലാണ് 1896 സെപ്റ്റംബർ 3. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണ്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി താന്നിത്തോട്, ഓപ്ഷൻ സി പേരാമ്പ്ര, ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ്. ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. ഓപ്ഷൻ എ 1691, ഓപ്ഷൻ ബി 1697, ഓപ്ഷൻ സി 1695, ഓപ്ഷൻ ഡി 1693. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1697 ആണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരെല്ലാം? ഓപ്ഷൻ എ ഇരുളർ കണികർ, ഓപ്ഷൻ ബി മലയർ മുതുവർ, ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ, ഓപ്ഷൻ ഡി വേടർ ഉള്ളാടർ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ആ ഒരു കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ്. ഉത്തരം ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ. ഇത് ഏത് ഭാഗത്തിലുള്ള? കുറിച്യർ കലാപത്തിൽ പങ്കെടുത്തവരാണ് ഈ കുറിച്യർ കുറുമ്പർ. 1812 കുറിച്യർ കലാപം നടന്നത്. കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്ന് പറയും. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. കുറച്ചു മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആഗമാനന്ദ സ്വാമിയുടെ മാസികകൾ ഏതെല്ലാമാണെന്ന്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവയെല്ലാം ആഗമാനന്ദ സ്വാമികളുടെ മാസികകളാണ്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെ? വീണ്ടും ആഗമാനന്ദ സ്വാമിയുടെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ കാലടി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി പുതുക്കാട്, ഓപ്ഷൻ ഡി തിരുവല്ല. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ഓപ്ഷൻ സി പുതുക്കാടാണ്. നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ചോദ്യം കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം മാസികൾ അദ്ദേഹത്തിൻ്റെതാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തകനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആശ്രമം എവിടെയാണ്? പുതുക്കാട്. അടുത്ത ചോദ്യം, അക്കമ്മ ചെറിയാൻ്റെ ജനനം. ഓപ്ഷൻ എ തിരുവല്ല, ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി, ഓപ്ഷൻ സി ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ഡി ചെങ്ങന്നൂർ. അക്കമ്മ ചെറിയാൻ്റെ ജനനം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളിയാണ്. ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. തൊട്ടു മുമ്പ് നമ്മൾ അക്കാമ ചെറിയാൻ സ്ഥാപിച്ച ഒരു സംഘത്തിനെ പറ്റി പഠിച്ച ഏതാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ സി ചിന്മയാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻ എ എ വി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി ആനി മസ്ക്രീൻ, ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ടുള്ള വനിതയാണ്. ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആർ ബാലകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഉത്തരം ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ കൃതിയാണ് 1114 കഥ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു,
ഓപ്ഷൻ സി സർദാർ പട്ടേൽ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. അപ്പോൾ ഝാൻസി റാണി, ഇവിടുത്തെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് അക്കാമച്ചെറിയാനെ വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് അക്കാമച്ചെറിയാനെ അങ്ങനെ വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ ഒരു കൃതി പഠിച്ചു 1114. അതുപോലെ തന്നെ അക്കമ്മച്ചെറിയാൻ്റെ ജനനം പഠിച്ചു. കാഞ്ഞിരപ്പള്ളിയിലാണ്. ദേശസേവികാ സംഘം അക്കമ്മച്ചെറിയാൻ്റേതാണ്. അങ്ങനെയുള്ള പോയിന്റ്സൊക്കെ ഓർത്ത് വെക്കുക. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടും അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. അതേത് വർഷമായിരുന്നു? 1909. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പുന്നപ്ര, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. എവിടെ വെച്ചാണ് കർഷക സമരം നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ വെച്ചാണ്. വെങ്ങാനൂർ വെച്ച് 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാമത്തെ പഴശ്ശി കലാപമാണ്. ഓപ്ഷൻ എ 1795, ഓപ്ഷൻ ബി 1796, ഓപ്ഷൻ സി 1797, ഓപ്ഷൻ ഡി 1798. ഉത്തരം ഓപ്ഷൻ സി ആണ് 1793. 1797 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ സി തൈക്കാടയ്യ, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. 1833 ശുചീന്ദ്രം രഥോത്സവം. ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഓപ്ഷൻ എ 1931, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1933. അപ്പോൾ AKGനെ അറസ്റ്റ് ചെയ്തത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1930. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ എ കയ്യൂർ സമരം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി മലബാർ ലഹള, ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. പഴശ്ശി കലാപം അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം നടന്നത് പുരളിമലയിൽ വെച്ചിട്ടാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി തളിപ്പറമ്പ്, ഓപ്ഷൻ സി പാനൂർ, ഓപ്ഷൻ ഡി തലശ്ശേരി. അപ്പോൾ ആറ്റിങ്ങൽ കലാപം അതായത് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആ ഒരു കലാപത്തിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഈ ഒരു ബ്രിട്ടീഷ് സൈന്യം എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം വന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തലശ്ശേരി. ഓപ്ഷൻ ഡി തലശ്ശേരി എന്നാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ഏപ്രിൽ 15 ആദ്യത്തെ സംഘടിത കലാപമാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏത്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി പൂക്കോട്ടൂർ കലാപം, ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണമാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695. അഞ്ചുതെങ്ങ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് കേരള ചരിത്രത്തിൽ നിന്നും 2021 മുതൽ 2024 വരെയും ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു 6 സീരീസിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 2025-24 ചോദ്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിലും പരിചയപ്പെടും.
അപ്പോൾ ഈ ക്ലാസ്സസ് പാർട്ട് 1, പാർട്ട് 2, 3, 4, 5 ഒന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങളതെല്ലാം കാണുക. വളരെയധികം യൂസ്ഫുള്ളാണ്. PYQ എന്ന് പറയുന്നത് PSCക്ക് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ PYQയിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇപ്പോൾ പഴശ്ശി കലാപത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പഴശ്ശി കലാപം എന്താണെന്ന് പഠിക്കുക. അഞ്ചുതെങ്ങിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം എന്താണെന്ന് പഠിക്കുക. നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്ന ക്ലാസ്സസ് എല്ലാം കാണുക. അതുപോലെ തന്നെ SCRT ക്ലാസ്സസും നമ്മൾ ചാനലിൽ ചെയ്തു വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളെടുത്ത് നല്ല രീതിയിൽ പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു പോർഷൻ പഠിച്ചിരിക്കും. നമ്മുടെ ഈ ഒരു ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നമുക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്തു വരുന്നതാണ്. ഓക്കെ താങ്ക് യു.